അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് ജലവൈദ്യുത പദ്ധതികൾ തീർത്തു അല്ലെ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്തത്? ജലസേചന പദ്ധതികൾ, അതായത് ഇറിഗേഷൻ പ്രൊജക്ട് അല്ലെ, കേരളത്തിൽ തുടങ്ങിയ ഇറിഗേഷൻ പ്രൊജക്ടുകളെ. അപ്പൊ അതിൽ പഠിച്ചാൽ ആദ്യം തുടങ്ങിയത് ഏതാ പഠിച്ചത്? ജലസേചനം. ആദ്യ തുടങ്ങിയ ആദ്യത്തേതും പഴയതും പീച്ചി. ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പീച്ചി. ഏറ്റവും വലുത് എവിടെ പഠിച്ചു? കല്ലട. കൊല്ലം ജില്ലയിലെ കല്ലട അല്ലേ? അത് രണ്ട് സെറ്റ് അല്ലേ? ഏറ്റവും ആദ്യത്തേതും പഴയതും ഏതാ? പീച്ചി. കല്ലടയോ? ഏറ്റവും വലുത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു കോളമാണ് എഴുതി പോവേണ്ടത്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പ്രധാനമായും പറഞ്ഞിട്ടുള്ള കുറച്ച് ജലസേചന പദ്ധതികൾ ഏതൊക്കെ എവിടെയൊക്കെയാണ് ആരംഭിച്ചിരിക്കുന്നതെന്നും അത് ഏതൊക്കെ ജില്ലയിലാണ് ഉള്ളത്. അപ്പൊ ആദ്യത്തെ ഹെഡിങ് കൊടുക്കുക, ജലസേചന പദ്ധതികൾ. റൈറ്റ് സൈഡിൽ എന്ത് കൊടുക്കണം? ജില്ല. ജലസേചന പദ്ധതികളും നമുക്ക് അറിയാവുന്നത് തന്നെ, പക്ഷെ ഞാൻ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികൾ ആയതുകൊണ്ട് അത് എന്ത് ചെയ്തതാണ്, നിങ്ങൾ ജില്ല തിരിച്ചു പറഞ്ഞു തന്നെയാ. ആദ്യത്തെ ജലസേചന പദ്ധതി രണ്ട് കോളം. വർഷമൊന്നുമില്ല, ശരിക്കും ജില്ലയും ജലസേചന പദ്ധതികളുടെ പേരുമാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ആദ്യത്തെ എഴുതിക്കോ, നെയ്യാർ ജലസേചന പദ്ധതി. നെയ്യാർ ജലസേചന പദ്ധതി എവിടെയാണ്? ഏത് ജില്ലയിലാണ് നെയ്യാർ ജലസേചന പദ്ധതി? അതെ, നെയ്യാർ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പഠിച്ചില്ലേ? ഇനി നമ്മൾ ഒരു നെയ്യാർ കൂടെ പഠിച്ചില്ലേ? ഏത് നെയ്യാറാ പഠിച്ചത്? വന്യജീവി സങ്കേതം. എപ്പോ വന്നത്? ഏത് സ്ഥലത്ത്? തിരുവനന്തപുരം ജില്ലയില് വന്യജീവി സങ്കേതങ്ങൾ പഠിച്ചപ്പോ ആദ്യം പഠിച്ചത് എവിടെയായിരുന്നു? പെരിയാറ്. രണ്ടാമത് വന്നത് എവിടെ പഠിച്ചു? നെയ്യാർ വന്യജീവി സങ്കേതം പഠിച്ചു ഇല്ലേ? ഓർമ്മ അപ്പൊ ഇവിടെ പറഞ്ഞത് നെയ്യാർ ഏതാണ്? ജലസേചന പദ്ധതി. ഡാം എന്ന് ആലോചിക്കുക, വെള്ളം കൊടുക്കാൻ. ജലസേചനം എന്തിനായിരുന്നു? കൃഷി ആവശ്യങ്ങൾക്ക് അല്ലെ. 48 മണിക്കൂർ ജലം ഉണ്ടായിരുന്നു. മഴ പെയ്യുന്ന വെള്ളം 48 മണിക്കൂറിനുള്ളിൽ എവിടേക്ക് ഒഴുകി പോകുന്നു? കടലിലേക്ക് ഒഴുകി പോകുന്നു. ഈ ഒരു സിറ്റുവേഷൻ തടയാൻ വേണ്ടിയിട്ട് കേരളത്തിൽ കൊണ്ടുവന്നതാണ് എന്താണെന്നറിയപ്പെടുന്ന പ്രധാന ജലസേചന പദ്ധതി. ഇറിഗേഷൻ വകുപ്പുകളാണ് അത്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് അത് വരുന്നത്. ഏതാണ്? ഡാമുകൾ. നമ്മൾ ഈ പറയുന്ന ഡാമുകൾ അല്ലെ, അത് പ്രധാനമായി എന്തിനാണ്? കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇത്രയും കിട്ടൂലേ? അപ്പൊ നെയ്യാറ് പഠിച്ച എന്താണ് ജില്ല? തിരുവനന്തപുരം ജില്ല. അടുത്ത പഠിച്ച നമ്മൾ കല്ലട പറഞ്ഞായിരുന്നു അല്ലെ. കല്ലട ഏത് ജില്ല? കല്ലട എവിടെ പോയി? കൊല്ലത്ത് പോയി. കല്ലട എന്താണ്? കൊല്ലം ജില്ലയിലാണ്. കല്ലട കൊല്ലം ജില്ലയിലാണ്. അടുത്തത് നമുക്ക് പഠിക്കാം ചാലക്കുടി ജലസേചന പദ്ധതി എവിടെ സ്ഥിതി ചെയ്യുന്നു? തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണടെ? ചാലക്കുടി ജലസേചന പദ്ധതി. അടുത്തത് ഏതാ? പീച്ചി വാഴാനി ഒരുമിച്ച് പഠിക്കാം കേട്ടോ. പീച്ചി അടുത്തടുത്ത പ്രദേശങ്ങളാണ്. പീച്ചി വാഴാനി ഏത് ജില്ല? തൃശൂർ ജില്ല. തൃശൂർ ജില്ല. കിട്ടിയാ? അടുത്ത നമുക്ക് പഠിക്കാം ഏതാ? അപ്പൊ മൂന്നെണ്ണം ഏതൊക്കെ പറഞ്ഞു? ചാലക്കുടി, പീച്ചി, വാഴാനി. അപ്പൊ ഞാൻ ഒരു ചോദ്യം പറയട്ടെ. താഴെ കാണുന്നവയിൽ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജലസേചന പദ്ധതികളിൽ ഉൾപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ തന്നിരുന്നാൽ ഏതൊക്കെ എഴുതണം? പീച്ചി, വാഴാനി, ചാലക്കുടി. കല്ലട ഉണ്ടെങ്കിൽ കല്ലട എന്ത് ചെയ്യണം? കല്ലട എന്താണ്? തെറ്റ് എന്ന് എഴുതണം. മനസ്സിലായല്ലോ? അപ്പൊ അടുത്ത ജില്ലയും കൂടെ പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അടുത്ത നോക്ക്, ഏതാണ്? മലമ്പുഴ. കേട്ടിട്ടല്ലേ മലമ്പുഴ? എവിടെയാണ്? ഏത് ജില്ല? പാലക്കാട് ജില്ലയിൽ. അപ്പൊ എഴുതിക്കോ, മലമ്പുഴ ജലസേചന പദ്ധതി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. അടുത്തത് ഏതാ? വാളയാർ മലമ്പുഴ. ഏത് ശരിയാ? അടുത്തത് അതെ വാളയാർ എവിടെയാണ്? വാളയാർ ചെക്ക് പോസ്റ്റ് കേട്ടില്ലേ? വാളയാർ പരമശിവം കേട്ടിട്ടില്ലേ? അതങ്ങോട്ട് ഓർത്താ മതി. എന്താണ്? പാലക്കാടാണ്, ചെക്ക് പോസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഏതെങ്കിലും ബോർഡർ വേണം, പാലക്കാടാണെന്ന് ഓർത്തോളുക. ഇനി ഏതാണ്? മംഗലം ഡാം എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടാടെ? പാലക്കാട് ഉള്ളതാണ്. എഴുതിക്കോ, പാലക്കാട്. എന്താണ്? മംഗലം കേട്ടോ. മംഗലം ഡാം എന്ന് തന്നെയാണ് പറയുന്നത് ആ പ്രദേശത്തെ. മംഗലം ഏതാണ്? പാലക്കാട് ജില്ലയിലെ ജലസേചന പദ്ധതി. മീൻകര പാലക്കാട് ജില്ലയില്.
പിന്നെ ഏതാണ്? പോത്തുണ്ടി. പോത്തുണ്ടി ഇത് എവിടെ തന്നെയാണ്? പോത്തുണ്ടി കേട്ട് കാണുമല്ലോ ചിലരെങ്കിലും. മീൻകര നിങ്ങൾക്ക് അധികം ഇത് കാണില്ല, മംഗലവും ഡൗട്ട് കാണും. ബാക്കിയുള്ളതെല്ലാം എന്താണ്? പാലക്കാട്. അപ്പൊ ഇതിപ്പോ പ്രധാനമായത് മാത്രമേ ഉള്ളൂ, എഴുതിയിട്ടില്ല, എല്ലാം എഴുതിയിട്ടില്ല. പ്രധാനമായ ജില്ലകള് നമുക്ക് ചോദ്യം ചോദിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് ജലസേചന പദ്ധതികൾ അവയുടെ ജില്ലകളുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 10 ഒന്ന് പറഞ്ഞു നോക്കാം റാൻഡ് ആയിട്ട്. ഞാൻ ചോദിക്കാൻ പറയാം, ഒന്ന് വായിച്ചു നോക്കി ആദ്യം. ഇതുവരെ എഴുതിയതൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേ. ഇത് നോക്കി പറഞ്ഞു നോക്കിയാലും മതി. കിട്ടിയോ? ചോദിക്കട്ടെ ഞാന്. മംഗലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂരിന്ന്. എന്താണ് അമൃതേ? അടുത്ത ഏതാണ്? മംഗലം ഏതാണ്? പാലക്കാട്. പീച്ചി, വാഴാനി, ചാലക്കുടിയാണ് എന്താണ് പഠിച്ചത്? തൃശ്ശൂർ ജില്ല. നെയ്യാർ എവിടാ? കല്ലടയോ? കല്ലടയുടെ പ്രത്യേകതയാണ് എന്ത്? ഏറ്റവും വലിയ ജലസേചന പദ്ധതി അല്ലെ. ഇനി പീച്ചി ആണെങ്കിൽ ഏറ്റവും പഴയത്. മംഗലം പറഞ്ഞല്ലോ. മീൻകരയോ? പോത്തുണ്ടിയോ? പിന്നെ പീച്ചി തൃശ്ശൂര്. ചാലക്കുടി തൃശ്ശൂര്. നെയ്യാറ് കല്ലട കൊല്ലം. കിട്ടിയല്ലോ. മംഗലവും പിന്നെ വാളയാറും ഓർത്തോളണം. ഇത്രയും കിട്ടുമല്ലോ. ഇത്രയും എന്താണ്? പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികളാണ്. ഇതിൽ പ്രധാനമായി നമ്മൾ നോക്കേണ്ടത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പറയുന്നതിൽ ഏതൊക്കെ പാറ്റേൺ തന്നിരിക്കും? മംഗലം, മലമ്പുഴ, വാളയാറ്, മംഗലം, മീൻകര. ഒരേ ജില്ലയിൽ നിന്ന് വരുന്ന, ഒരേ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജലസേചന പദ്ധതികൾ ഏതെന്ന് ശരിയായവ എഴുതാൻ. അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ വ്യത്യസ്തമായത് ഏത്, ബന്ധമില്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വരുമ്പോ എന്ത് എഴുതണം? ഐഡന്റിഫൈ ചെയ്യണ്ടേ? താഴെ പറയുന്നതിൽ ബന്ധമില്ലാത്തത് ഏത് എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയുടെ വന്നിട്ടില് ഒരെണ്ണം ഏത് കൊടുത്തിരിക്കുന്നു? തൃശ്ശൂർ ജില്ലയിലെ കൊടുത്ത എന്താണ്? തൃശ്ശൂർ ജില്ലയുടെതാണ് എന്ത്? ബന്ധമില്ലാത്തത് വരിക. മനസ്സിലായോ? പക്ഷെ ഇത് വ്യക്തമായി പഠിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലിയർ ആവുള്ളൂ. അപ്പൊ ജലസേചന പദ്ധതികൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലുള്ളത് വായിച്ചു നോക്കണം, ജലസേചന പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ അല്ലേ?